ബലൂൺസ് ആണ്. കുറേ ബലൂൺസ് ഇവിടെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഊതി 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 അപ്പുറത്തെ റൂമിലോട്ട് കൊണ്ടുപോകണം. താഴെ വീഴാൻ പാടില്ല. താഴെ വീഴുവാണെങ്കിൽ പിന്നെ അത് വിടണം കേട്ടോ. അപ്പോൾ അത് കൗണ്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇത് ഊതി ഊതി വേണം. കൈ കൊണ്ട് 2 കൈ കൊണ്ട് തൊടാൻ പാടില്ല. വീണ്ടും അത് തിരിച്ചുകൊണ്ടൊന്ന് ഇടണം. താഴെ വേണം കൊണ്ടിടണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ഏതാ ഇട്ടതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്ന ആ ഒരു വാട്ടർ കളർ ഉണ്ടല്ലോ, അത് വെച്ച് റിഹാൻ എന്ന് വെച്ചാൽ എച്ച് എന്നുള്ള ലെറ്റർ എഴുതാം, റഫാൻ എഫ് എന്നുള്ള ലെറ്റർ എഴുതാം, റൈസാൻ ഇസഡ് എന്നുള്ള. അപ്പോൾ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഗെയിം അപ്പോൾ എങ്ങനെയാണെന്ന്? അപ്പോൾ ഊതി ഊതിയാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ്പോൾ ബ്ലാങ്കിന് പേരെഴുതണ്ട, കാരണം വാട്ടർ കളർ ഇട്ടാൽ മതി കേട്ടോ. ആ ബലൂണിൽ ഒരു പൊട്ട് പോലെ ഇട്ടാൽ മതി 3 പേരും. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തോളാം. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട് നൗ. താഴെ വീണെങ്കിൽ ഇങ്ങോട്ട് പോരാ. പറ്റുന്നില്ല, റൈസാന് പറ്റുന്നില്ല. റിഹാൻ അവിടെ എത്തുകയാണെങ്കിൽ വാതിൽ അങ്ങോട്ട് അടച്ചാൽ മതി. ഓക്കെ ഓക്കെ, റിഹാൻ എത്തി. അത്ര മതി, അവിടം വരെ ആ എൻട്രൻസ് വരെ മതി. ഇനിയിപ്പോൾ റഫാൻ താഴെ വീണാ പിന്നെ ആദ്യം തുടങ്ങിയ. ഇവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. കൊണ്ടോ അങ്ങനെ കൊണ്ടോ. മതി. അവിടെ വരെ മതി, എൻട്രൻസ് വരെ മതി. അവിടം വരെ എത്തിയതായിരുന്നു അല്ലേ. പാവം റൈസാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ചീറ്റിംഗ് കാണിച്ചത്? എന്ത് ചവിട്ടി? ഓപ്പൺ ആക്കിയിട്ട് ഇട്ടേക്കുമായിരുന്നു അല്ലേ. റൈസാൻ കുറേ കള്ളക്കളി കാണിക്കുന്നുണ്ട്.
ഓക്കെ ഇനി കൗണ്ട് ചെയ്തു നിങ്ങൾ അവരവരുടെ കളർ അവരവർ കൗണ്ട് ചെയ്തു എത്ര ഉണ്ട് സെവനോ അപ്പോൾ റിഹാൻ്റെ 1 2 3 4 5 6 മൂന്ന് എല്ലാവർക്കും 7 എത്രയായപ്പോൾ കൊണ്ടുവന്നതാ ഒരെണ്ണം താണ്ടി ഇവൻ എടുത്തു റെഡ് റഫാൻ എടുത്തു 7 അപ്പോൾ എല്ലാവർക്കും 7 അല്ലേ ഈക്വൽ അല്ലേ ഗൈസ് അപ്പൊ ഈ കളി ഇഷ്ടപ്പെട്ട ഗുഡ് ബൈ.